ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ കാണുന്ന 500 വാട്ട് ക്ലാസ് ഡി ആംപ്ലിഫയറിനെ കുറിച്ചിട്ടാണ്. എത്ര ചെറുതാണെന്ന് നോക്കണം. ഇത് ഒരുപാട് നാളായിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ബോർഡ് തന്നെയാണ്. ഇപ്പം ഒരിടം കിട്ടാനില്ല. അപ്പോൾ ഈ ഒരു ബോർഡ് നമ്മുടെ രോഹിണി ഇലക്ട്രോണിക്സിൽ അവൈലബിൾ ആണ്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ ചെറുതാണ്, കോമ്പാക്റ്റ് ആയിട്ട് ഈ കൈക്കുള്ളിൽ ഇരിക്കുന്ന പ്രോഡക്റ്റാണ്. ഇതിന് കുറച്ച് സവിശേഷതകളുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ മോഡൽ നമ്പർ നമുക്ക് നോക്കാം. IRS 2092 ആംബ് 500W എന്നാണ്. അപ്പോൾ ഈ ഒരു ആംബ് 500 വാട്ട് ആണ് നമുക്ക് ഔട്ട്പുട്ട് തരുന്നത് 4 ohmsൽ. കൂടാതെ തന്നെ IRS 2092 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് വ്യക്തമായിട്ടൊന്ന് നോക്കാം. ഓക്കെ, ഇതിന് കൊടുക്കേണ്ട സപ്ലൈ വോൾട്ടേജ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 വോൾട്ട് തൊട്ട് നമുക്കൊരു 75 വോൾട്ട് നമുക്കിതിൽ കൊടുക്കാൻ പറ്റും. പ്ലസ് ഓർ മൈനസ് ആണ്. ഇത്രയും കൊടുക്കുമ്പോൾ മാക്സിമം ഈ പറയുന്നൊരു 70 വോൾട്ട്, 75 പറയുന്നത്, നമുക്ക് 70 കൊടുക്കാം. 70 കൊടുക്കുമ്പോഴാണ് ഈ പറയുന്ന 500 വാട്ട് ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആരും പറഞ്ഞിട്ടില്ല. വേറെ ഞാൻ പല വീഡിയോകളിലും നോക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു ബോർഡ് നമുക്ക് 70 പ്ലസ് ഓർ മൈനസ് 70 വോൾട്ടിലും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊരു ബോർഡാണ്. അപ്പോഴാണ് ഇതിൽ നിന്ന് കറക്റ്റായിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ളത്. പല ആൾക്കാരും പറയും 500 വാട്ടൊന്നും കിട്ടത്തില്ല എന്നൊക്കെ പല ആൾക്കാരും പറയും. പക്ഷേ ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 500 വാട്ട് കിട്ടണമെങ്കിൽ ഈ പറയുന്ന വോൾട്ട് നമ്മൾ ഹൈ വോൾട്ടായിട്ട് നമ്മൾ കൊടുക്കണം. പ്ലസ് ഓർ മൈനസ് 70 വോൾട്ട്. 75 വോൾട്ടാണ് കമ്പനി പറയുന്നത്. ഞാനിതിൻ്റെ ഡാറ്റ ഷീറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ പറയുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ആ സ്ക്രീൻഷോട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് കൊടുത്തേക്കാം. കൂടാതെ തന്നെ ഇതിനകത്ത് വരുന്നത് നമുക്ക് കണക്ഷൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇതിനകത്ത് കണക്ഷൻ ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ വോൾട്ട് ഇൻപുട്ട് കൊടുക്കുന്നത്. പ്ലസ് ഈ ഭാഗത്ത്, ഗ്രൗണ്ട് ഈ ഭാഗത്ത്, മൈനസ് ഈ ഭാഗത്താണ് കൊടുക്കാനുള്ളത്. സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ ഇൻപുട്ട് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമുക്ക് ഫിൽറ്റർ വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഫിൽറ്റർ വരുന്നില്ല. ഫിൽറ്റർ വെച്ച് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു സബിൻ്റെ ഫിൽറ്റർ വെച്ച് ഈ ഒരു ബോർഡിൽ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നൊരു കാര്യമാണ്. വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയൊരു ബോർഡ് തന്നെയാണ്. നോയ്സ് ഇല്ലാത്ത ബോർഡാണ്. ഇതിന് മുമ്പേ ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ ഇതിന് മുമ്പേ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലൈഫ് ലോങ് ഇലക്ട്രോണിക്സിൽ ഒരു ബോർഡ് അവൈലബിൾ ആയിരുന്നു. അന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തത്. ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്തിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. ഞാനിതൊരിക്കൽ ചെക്ക് ചെയ്തിട്ടുള്ള ബോർഡാണ്. നല്ല പവറാണ് ഈ ഒരു ബോർഡ്. നമ്മുടെ അയനിക് ഓഡിയോയുടെ ക്ലാസ് ഡി പോലെയൊക്കെ വർക്ക് ചെയ്യുന്നൊരു സാധനമാണ്. അയനിക് ഓഡിയോയിലൊക്കെ ആണെങ്കിൽ ഞാൻ 69 വോൾട്ട് കൊടുത്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. 400 വാട്ടാണ് അവർ പറയുന്നത്. ഞാൻ 69 പ്ലസ് 69 കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നല്ല രീതിയിൽ അത് ഹീറ്റ് ആവുകയും ചെയ്യും. നല്ല രീതിയിൽ പെർഫോമൻസ് അടിപൊളിയാണ്. ഇൻഫിനിറ്റി പ്രൈമസ് പോലുള്ള സബ്വൂഫറിൽ നല്ല വർക്കിംഗ് അതിൽ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ വർക്കിംഗ്. ഞാൻ ഒരു ആംബ് ചെയ്ത് കൊടുത്തതാണ്. നമ്മുടെ ശ്രീകാന്ത് എന്ന് പറഞ്ഞ ചേട്ടന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുള്ളിയെ അത് ഉപയോഗിക്കുന്നുണ്ട്. നല്ല അടിപൊളി ആമ്പാണ്. അപ്പോൾ ഈ ഒരു ആമ്പിൻ്റെ വർക്കിംഗ് വരുമ്പോൾ ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് സ്പീക്കർ കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഇൻഡക്ടർ സൈഡിൽ നിന്ന് പാട്ട് കേൾക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു സാധനം നല്ല രീതിയിൽ ഹീറ്റാവും. നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ ഒരു സാധനം, ഈ ഒരു ഹീറ്റ് സിങ്ക് ചൂടാവുന്നതിനും കാട്ടി ചിലപ്പോൾ ഇത് ഹീറ്റ് ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഹീറ്റ് സിങ്ക് നല്ല രീതിയിൽ ഹീറ്റാവും. കാര്യം ഞാൻ പറഞ്ഞില്ല, ഹൈ വോൾട്ട് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഹീറ്റാവും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഫാന് കൊടുത്തിട്ടുള്ള. പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ നോക്കി കൊടുക്കുക. അത് ഒരിക്കലും ഷോർട്ട് ആവരുത്. ഈ ഔട്ട്പുട്ടിൽ വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് ഒരിക്കലും ഷോർട്ട് ആവരുത്. അങ്ങനെ ഷോർട്ടായി കഴിഞ്ഞാൽ അയനിക് ഓഡിയോയിൽ ഉള്ളതുപോലത്തെ ഒരു പ്രൊട്ടക്ഷൻ ഈ ബോർഡിൽ വരുന്നില്ല എന്നുള്ളതാണ്. അയനിക് ഓഡിയോയിലാണെങ്കിൽ പിന്നെയും പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ആ ഒരു ബോർഡിനെ നമുക്ക് സേവ് ചെയ്ത് നിർത്താൻ പറ്റും, ഈ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷേ ഇതിലങ്ങനെയല്ല. ഷോർട്ടായി കഴിഞ്ഞാൽ ഈ ബോർഡ് അപ്പോഴേ തന്നെ കംപ്ലൈൻറ്റ് ആവും എന്നുള്ളതാണ്. അത് ഈ ഒരു ബോർഡിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവുന്നൊരു ബോർഡാണെന്നുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള സബ്വൂഫർ കോയിലൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഈ ഒരു ബോർഡ് കംപ്ലൈൻറ്റ് ആവാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ബോർഡ് വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അത് മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ ഈ ബോർഡ് ക്ലാസ് ഡി ആണ്. ഞാൻ പറഞ്ഞു ക്ലാസ് ഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു 55 വോൾട്ട് അല്ലെങ്കിൽ ഒരു 60 വോൾട്ടിനകത്തുള്ളൊരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ 60-0-60 സപ്ലൈ അല്ലെങ്കിൽ 55-0-55 കൊടുത്തു കഴിഞ്ഞാൽ 2 ohmsൽ നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. 2 ohmsൽ വരുന്ന സമയത്തും ഈ പറയുന്ന ഒരു 400-500 വാട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്.
കാര്യം ഈ പറയുന്ന ഹൈ വോൾട്ടിൽ നമുക്ക് 70-0-70 അല്ലെങ്കിൽ 75-0-75 പറയുന്നത്. 70-0-70 നമുക്ക് 4 ohmsൽ നമുക്ക് 400-500 വാട്ട് 500 പറയുന്നത്. നമുക്ക് 400-450 ഉറപ്പായിട്ടും ഈ ഒരു ബോഡിയിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ്. നല്ല പ്രോഡക്റ്റാണ്, നല്ല പ്രോഡക്റ്റാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് നെഗറ്റീവും തിരിഞ്ഞു പോയാലോ പോസിറ്റീവ് നെഗറ്റീവും തമ്മിൽ ഷോർട്ട് ആവുകയാണെങ്കിൽ, ഔട്ട്പുട്ടിലെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഷോർട്ട് ആവുകയാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ ഷോർട്ട് ആക്കരുത്. ഇതിപ്പോൾ ഷോർട്ട് ആയി കഴിഞ്ഞാൽ ഏത് ബോളായാലും കത്തിപ്പോവും. പ്രത്യേകിച്ച് ആംപ്ലിഫയർ ബോൾ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ഷോർട്ട് ആയി കഴിഞ്ഞാൽ കത്തിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതാകുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് സ്പീഡിന് കത്തിപ്പോവും. മറ്റേത് കുറച്ച് ടൈം എടുത്താൽ അല്ലെങ്കിൽ കത്തിപ്പോവും. ഇതാകുമ്പോൾ പിന്നെ ഒന്നും പറയാനില്ല, പോസിറ്റീവ് നെഗറ്റീവ് ഷോർട്ടായി അപ്പോഴും കത്തിപ്പോവും എന്നുള്ളതാണ്. മറ്റേത് പോയാനുള്ള സമയങ്ങളും കിട്ടും, അതിനും കിട്ടൂല. ആ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നല്ല പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ രോഹിണി ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം, അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് അവരെ നിന്ന് വാങ്ങാവുന്നതാണ്. പിന്നെ കൊറിയർ ചാർജായിട്ടുള്ള ക്യാഷും കൂടെ കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1450 രൂപയ്ക്കകത്തുള്ള വിലയാണ് വരുന്നത്. ആമസോണിൽ പോകുമ്പോൾ ഒരു 1999 രൂപ, 2000 രൂപയ്ക്കകത്തുള്ള പ്രൈസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും വാങ്ങാം, ഇവരെ കയ്യിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവരെ നിന്ന് വാങ്ങാം. ഇവരെ കയ്യിലാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് കുറഞ്ഞ് കിട്ടും, കുറച്ചുകൂടി ലാഭിക്കാൻ പറ്റും. അപ്പോൾ ആമസോണിൽ ഈ സാധനം അവൈലബിൾ ആണ്, വില കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒറ്റ കാരണം കൂടെ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. നല്ല ബോഡി തന്നെയാണ്, നല്ല വർക്കിംഗ് ആണ്. ഇതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ടൊന്നും പറയാനുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും കൂടെ ഞാൻ ജസ്റ്റ് നോട്ടിച്ച് പറയാം. 500 വാട്ടാണ് പറയുന്നത്. നമുക്ക് ഈ 500 വാട്ട് കൃത്യം കിട്ടണമെന്നുണ്ടെങ്കിൽ 75-0-75 കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ 4 ohmsലായിരിക്കും നമ്മളിത് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നെ 500 കിട്ടിയില്ലെങ്കിൽ 450 നമുക്ക് മസ്റ്റായിട്ട് ഈ ഒരു ബോഡിയിൽ നിന്ന് കിട്ടും. ഇതിൻ്റെ വലിപ്പം നോക്കണ്ട, ഇത്രയും ചെറുതാണെന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പെർഫോമൻസ് അടിപൊളിയാണ്. ഞാനിത് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊക്കെ എടുത്തെടുത്ത് പറയുന്നത്. ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്ന കാര്യം. നമ്മുടെ വീഡിയോ കാണുന്ന ചേട്ടന്മാർ പലരും പറയുന്നുണ്ട്, എടുത്തെടുത്ത് പറയുമ്പോൾ അതൊരു ആരോചകമായിട്ട് തോന്നുന്നു എന്നുള്ളത്. കാര്യം അവർക്കറിയില്ല. എന്നെ ഫോൺ വിളിച്ചിട്ട് ഒരുപാട് നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നു എന്നുണ്ടെങ്കിലും വീണ്ടും എന്നെ ഫോൺ വിളിച്ച് പല ആൾക്കാരും ഇതിനെക്കുറിച്ച് ഡൗട്ട് ചോദിക്കാറുണ്ട്. ഒരുപാട് സമയം അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പം അതും കൂടെ കാരണം വ്യക്തമായിട്ട് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്, വീണ്ടും എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് രോഹിണി ഇലക്ട്രോണിക്സിനെ കോൺടാക്ട് ചെയ്ത് ഈ പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു സ്ക്രൂ ശ്രദ്ധിക്കണം. ചില സമയത്ത് ഈ സ്ക്രൂ ലൂസായിരിക്കും. അപ്പോൾ ഹീറ്റ് സിങ്ക് ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങുന്നതിന് സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ ബോർഡ് വാങ്ങുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ ഹീറ്റ് സിങ്ക് ഒന്ന് മുറുക്കാൻ മറക്കരുത്. കാര്യം മോസ്ഫെറ്റ് അതിലാണ് കൊടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തു വച്ചിരിക്കുന്നത് മാത്രമല്ല, അതിൻ്റെ അടിയിൽ ഒരു മൈക്ക ഷീറ്റും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പം നമുക്ക് ഇതിനകത്ത് കാണുമ്പോൾ അറിയാം, മൈക്ക ഷീറ്റ് ചെറുതായിട്ട് മാറിയിരിപ്പുണ്ട്. അപ്പോൾ ആ മൈക്ക ഷീറ്റ് കറക്റ്റായിട്ട് പിടിച്ച് വച്ചിട്ട് വേണം നിങ്ങളത് ഓൺ ആക്കാനായിട്ട്. കാര്യം ഇത് ഗ്രീൻ കളറിൽ ആനോഡൈസ്ഡ് ചെയ്തിട്ടുള്ളതാണെങ്കിലും ഒരു പക്ഷേ ചിലപ്പോൾ ഇത് ഷോർട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഈ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ടൈറ്റ് ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. മൈക്ക ഷീറ്റ് കറക്റ്റായിട്ടാണ് അതിലിരിക്കുന്നതെന്നും ആ മോസ്ഫെറ്റ് ഈ ഒരു ഹീറ്റ് സിങ്ക് ആയിട്ട് മുട്ടിയിട്ടല്ല ഇരിക്കുന്നതെന്നുള്ളതും നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു ബോർഡ് ഓൺ ചെയ്യുന്നതിന് ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നല്ല ഒരു വീഡിയോ ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് കാണുന്ന ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ പ്ലീസ് മടി കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാര്യം എൻ്റെ മുന്നോട്ടുള്ള ഇനിയുള്ള യാത്രയിലും എനിക്ക് സബ്സ്ക്രൈബ് വളരെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചില ആൾക്കാരുണ്ട് വീഡിയോ കണ്ടിട്ട് അവനെ സബ്സ്ക്രൈബ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവ രക്ഷപ്പെട്ടു പോകും എന്നുള്ള രീതിയിൽ മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ചേട്ടാ, നമ്മളെ ഈ ചാനൽ ഇലക്ട്രോണിക്സ് ചാനലാണ്. സിനിമ ചാനലൊക്കെ സിനിമ പാട്ടോ അല്ലെങ്കിൽ മ്യൂസിക്കോ ആൽബോ അങ്ങനെയൊക്കെയുള്ള ചാനലുകൾ, എൻ്റർടൈൻമെൻറ്റ് ചാനൽ കാണുന്ന പോലെ എൻ്റെ ചാനൽ ഒരിക്കലും ആരും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സബ്സ്ക്രൈബേഴ്സോ വ്യൂസോ കിട്ടി ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇതേ ബിസിനസ് ഒന്നും നടത്തുന്നില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്താൽ പോലും ആ കടയിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുമല്ല ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതിൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ 4 ആൾക്കാർ അറിയും എന്നുള്ള ഒരു കാര്യം മാത്രമാണ് എനിക്കിതിൽ ബെനിഫിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കി വിടുക. ഓക്കെ, താങ്ക് യു.